ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറി വെച്ചാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറി വെക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടല ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. രാത്രി വെള്ളത്തിലിട്ടാണ് 8-9 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നികക്ക വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 8-9 വിസിലടുപ്പിച്ചാൽ മതി. നല്ലപോലെ കടല വെന്തോളും. ഇത് ആൾ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. നമുക്ക് ആളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. ഇനി നമുക്ക് കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2 ഏത്തവാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ. ഇനിയിപ്പോൾ കുമ്പളങ്ങ ഇല്ലെങ്കിൽ വെള്ളരിക്ക ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനകത്തേക്ക് നമ്മൾ ആ കുക്കറിനകത്തേക്ക് ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആ കഷ്ണത്തിന് പിടിക്കാനുള്ള ഉപ്പും ഒരു ശകലം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നമ്മൾ 1 അല്ല 2 വിസിലടുപ്പിച്ച് നമുക്ക് വാങ്ങി വെക്കാം. ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 2 വിസിലടുപ്പിച്ച് വാങ്ങി വെക്കാം. അപ്പോൾ കുക്കറിനകത്തിട്ടതിന് ഉദ്ദേശം നമ്മുടെ ചേന ഇച്ചിരി വാടിയതാണ്. അപ്പോൾ അത് വേഗിയാലെന്നോർത്താണ് നമ്മൾ കുക്കറിനകത്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ കഷ്ണങ്ങൾ അടുപ്പേ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകറിക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരണ്ടിയത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ തീയിൽ നിന്ന് മൂക്കുന്ന അത്രയും നമ്മൾ മൂക്കണ്ട. ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ ഒന്ന് മൂത്തെടുത്താൽ മതി. ഇത് ഈ ഒരു പരുവത്തിന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫാക്കി ആ ഒരു ചട്ടിയുടെ ചൂടിനകത്ത് നമ്മുടെ ഈ പൊടി ആ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. നമ്മുടെ കളറ് മാറി വെച്ചാൽ മതി. നമുക്ക് ഒത്തിരി അങ്ങ് തീയൽ പോലെ പോകരുത്. ഇനി നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഒത്തിരി അരഞ്ഞ് മഷി പോലെ അരഞ്ഞു പോകരുതെന്ന് ഒതുക്കിയെടുത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾക്കകത്തും കടലയ്ക്കകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് ആ അരപ്പിന് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ കൂട്ടുകറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണമാണ് 2 കഷ്ണം ഇട്ടാൽ മതി. ഞാനിത് പൊടി ഉള്ളത് കൊണ്ട് ഞാൻ 2 സ്പൂൺ പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് എന്താ പറയുക ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകിയിരിക്കും. ഇനി നമുക്കതിനൊരു വറവിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 10 ചെറിയുള്ളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കൊരു 1/4 മുറി തേങ്ങ കൊത്തിയിടണം. അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്ക് തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ ചെറുതായിട്ട് കനം കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒത്തിരി ഒന്നും നമ്മൾ മൂത്ത് പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയത്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 3 വറ്റൽമുളകും ഒരു 3 സ്പൂണ് തേങ്ങ ചിരണ്ടിയതും ആവശ്യത്തിനുള്ള കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വറുത്ത് കോരി നമ്മുടെ കൂട്ടുകറിക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി കൂട്ടുകറിയാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ കൂട്ടുകറി വെക്കുന്നതെന്നൊന്ന് പറയണം. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഇങ്ങനെ വെച്ചു. നല്ല അടിപൊളി കറിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടുകറിയൊക്കെ വെച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.